ഹലോ ഹായ് ഞാൻ ഇന്ന് ചെയ്തൊരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യാൻ എടുത്തപ്പോൾ ഇത് നമ്മൾ ഒരേ രീതിയിൽ തന്നെ നാലാക്കി മടക്കിയിട്ട് എല്ലാം കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്താൽ അതിങ്ങനെ തിരിഞ്ഞ് വന്ന രീതിയിൽ കണ്ടു. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അറിയില്ലാത്തവരൊക്കെ തുടക്കക്കാരാണ് സ്റ്റിച്ചിങ്ങിലൊക്കെ എങ്കിൽ നമ്മൾ ബോട്ടത്തിൻ്റെ പീസൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഡിസൈൻ വന്ന മെറ്റീരിയൽ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലാണെങ്കിൽ നമ്മൾ ഇത് ഒന്നിച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ ഒരു ഭാഗം തിരിഞ്ഞും ഡിസൈന് തിരിഞ്ഞും ഒരു ഭാഗം നേരെ രീതിയിലും കിട്ടും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് കണ്ട ഇതിൻ്റെ ഫ്ലവർ തിരിഞ്ഞാണ് ഇരിക്കുന്നത്, ഈ ഫ്ലവർ മേളിലേക്കുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോട്ടാണെങ്കിൽ ശരി ഒരു ബോട്ടത്തിൻ്റെ ഒരു കാല് ഡിസൈന് തിരിഞ്ഞ രീതിയിലും ഒരു നേരെ രീതിയിലും വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മെറ്റീരിയൽ ആദ്യം തന്നെ അത് ഇങ്ങനെ രണ്ടാക്കി മുറിച്ചെടുക്കുക. ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണെങ്കിൽ പോലും ഇത് ഇങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ലെങ്ത്തൊക്കെ എത്രയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് ആ അളവിൽ എടുത്തിട്ട് അതിനെ രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഡിസൈൻ ശരിയായ രീതിയിലേക്ക് രണ്ട് ഡിസൈനും ഒരേപോലെ വന്ന രീതിയിലേക്ക് ഇടാം. ഇത് കണ്ട ഇതിപ്പോൾ ഫ്ലവർ മേളിൽ വന്ന രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതും മുറിച്ചിട്ട് നമുക്കത് നേരെ രീതിയിലേക്ക് ഇട്ടിട്ട് വരണം. നമ്മളിത് ഇങ്ങനെയാണ് ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരണം, ഒരെണ്ണം തിരിഞ്ഞും ഒരെണ്ണം മറിഞ്ഞും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മെറ്റീരിയൽ നമ്മൾക്ക് കിട്ടുമ്പോൾ മെറ്റീരിയലിൻ്റെ ഡിസൈനും കൂടി നമ്മൾ ശ്രദ്ധയിൽ പെടുത്തണം. അപ്പോൾ ചില ബോട്ടങ്ങളിലൊക്കെ ഇങ്ങനെ വരാണ്ട് നമ്മൾ ചുടി ബോട്ടം തയ്ക്കുമ്പോൾ ചില ഡിസൈനുകൾ നമ്മൾ നോക്കാതെ തന്നെ ചെയ്താലും ഇങ്ങനെയുള്ളത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നേരെ കറക്റ്റാക്കി ഇട്ടിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഒരു ബാക്ക് ഇച്ചിരി ലെങ്ത്ത് അധികമായിട്ടൊക്കെ ചെയ്തെടുത്തേക്കതാണ്, കോളർ വെച്ച് ചെയ്തതാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴും മെറ്റീരിയൽ കിട്ടുമ്പോൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാത്തവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. തുടക്കക്കാർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. താങ്ക് യു.